ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ് പറഞ്ഞത് സൈൻ ഇൻവേഴ്സ് എക്സിനെ പറ്റിയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോസ് ഇൻവേഴ്സ് എക്സിനെ പറ്റിയാണ്. കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ. അപ്പം കോസ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. y ഈസ് ഈക്വൽ ടു കോസ് എക്സ്. കോസ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചാൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് അല്ലേ. കോസ് 0 ഇതാണ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ 1. കോസ് 0 1. പിന്നെ കോസ് π/2 എന്താണ്? കോസ് π/2 എന്ന് പറയുന്നത് കോസ് π/2 0 ആണ്. കോസ് π/2 0. അപ്പോൾ ഇങ്ങനെ വരും ഗ്രാഫ്. കോസ് π/2 0. പിന്നെ കോസ് -π/2 എടുത്താലോ? -π/2 എടുത്താൽ അത് 0 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക അല്ലേ. കോസ് 0 1 ആണ്. കോസ് π/2 0. ഇനി ഇതുപോലെ ഇതേമാതിരി ഗ്രാഫ് ഇങ്ങനെ വരാറുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ വരും. അതായത് കോസ് π, ഇവിടെ π ആണ്. കോസ് പൈൻ്റെ വില -1 ആണ്. ഇവിടെ -1. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും. ഈ ഗ്രാഫ് ഇങ്ങനെ പോകും. അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ വന്നു. അപ്പം ഇതാണ് കോസ് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ y ഈക്വൽ ടു കോസ് എക്സ് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തത്? കോസ് എക്സ് ഈസ് ഡിഫൈൻഡ് ഫ്രം റിയൽ നമ്പർ R2 എങ്ങോട്ടാണ്? ഇതാണ് റിയൽ നമ്പർ. R2 -1 1ലേക്കാണ് അല്ലേ. 1ൻ്റെ മുകളിലേക്ക് ഇല്ലല്ലോ ഗ്രാഫ്. -1 താഴേക്കും ഇല്ല. ഈ -1 1 ഉള്ള അതിൻ്റെ ഉള്ളിലാണ് ഈ ഗ്രാഫ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് ഏതാണ്? -1 ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോസ് എക്സിൻ്റെ ഗ്രാഫ് വരച്ചത്? അങ്ങനെ വരുമ്പോൾ തിരിച്ച് ഇൻവേഴ്സ് നമ്മൾ കോസ് ഇൻവേഴ്സ് എക്സ് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം തിരിച്ച് -1 1ൽ നിന്ന് 6ലേക്ക് ഒരു ഗ്രാഫ് വരയ്ക്കണം. അതൊരിക്കലും എന്താകില്ല, ബൈജക്റ്റീവ് ആകില്ല അല്ലേ. ഇവിടുന്ന് -1 1ൽ നിന്ന് 6ലേക്ക് വരച്ചാൽ ഇതൊരു ബൈജക്റ്റീവ് ആകില്ല. അപ്പോൾ നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ് ചെയ്തതുപോലെ തന്നെ ബൈജക്റ്റീവ് ആക്കണം അല്ലേ. അപ്പോൾ ബൈജക്റ്റീവ് ആക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്? ബൈജക്റ്റീവ് ആക്കാൻ നമ്മൾ ഇതിൻ്റെ ഡൊമെയിന് റെസ്ട്രിക്റ്റ് ചെയ്തു അല്ലേ. കോസിൻ്റെ ഡൊമെയിന് റെസ്ട്രിക്റ്റ് ചെയ്തു. നേരത്തെ സൈനിൻ്റെ ഡൊമെയിനിന് റെസ്ട്രിക്റ്റ് ചെയ്തത്. അതുപോലെ ഇവിടെ കോസിൻ്റെ ഡൊമെയിന് റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ കോസിൻ്റെ ഡൊമെയിന് -1 1 വരണം. -1 1ലുള്ള എല്ലാ വാല്യൂസും എടുക്കണം അല്ലേ. കൂടാതെ പിന്നെ ഇതിലുള്ള വാല്യൂസ് 1 1 ആയിരിക്കണം. 1 1 ആണെങ്കിൽ 0 മുതൽ π വരെ എടുത്ത ഈ ഭാഗം മാത്രം എടുത്താൽ അല്ലേ, ഈ ഭാഗം എടുത്താൽ ഇത് 1 1 ആണ്. 1 1 ആണ് അല്ലേ. അപ്പം നമ്മൾ കോസിൻ്റെ വില കോസ് 0 π മുതൽ -1 1ലേക്ക് എടുത്താൽ അതൊരു ബൈജക്റ്റീവ് ഫങ്ഷൻ ആയിരിക്കും. ഇതുപോലെ ഇവിടെ തന്നെ വേണമെന്നില്ല. ഇവിടുന്നും എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ തന്നെ ബൈജക്റ്റീവ് ഫങ്ഷൻ വീണ്ടും കാണാം അല്ലേ. എങ്ങനെ കാണാം? ഇവിടുന്ന് ഇതുപോലെ തന്നെ ഒരു ഗ്രാഫ് കിട്ടണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഗ്രാഫ് ഇവിടെയും കിട്ടും അല്ലേ. അതുപോലെ ഈ ഭാഗവും കിട്ടും
അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇതാണ് 0 to π വരെയുള്ള വാല്യൂയാണ്. 0 to π വരെയുള്ള വില. ഈ 0 to π വരെയുള്ള വാല്യൂ മുതൽ കോസിൻ്റെ വില 0 to π to -1 ആണെങ്കിൽ ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ഇതുപോലെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ വേറെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇതിനാണ് ഈ തിരിച്ച് കോസ് ഇൻവേഴ്സ് ഫ്രം -1 to 1 to 0 π അല്ലേ? ഇപ്പം ഇങ്ങോട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, തിരിച്ച് ഇങ്ങോട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഈ റേഞ്ചിനെ പറയുന്ന പേരാണ് നേരത്തെ π/2 -π/2 π/2 നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് തന്നെ പറഞ്ഞു സൈനിൽ. കോസിന് പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് ഏതാ എടുക്കുന്നത്? 0 π ആണ്. അപ്പോൾ -1 to 1 to 0 π ഈസ് ദ ഇൻവേഴ്സ് അല്ലേ? ഡിഫൈൻ ചെയ്യാൻ പറ്റും. -1 നിന്ന് 0 πയിലേക്ക് നമുക്ക് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കറിയാം y ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആണെങ്കിൽ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് y അല്ലേ? എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് y. അപ്പോൾ എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് y ആണെങ്കിൽ തിരിച്ചും പറയാം y ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതാണ് കോസ് ഇൻവേഴ്സ് ഡിഫൈൻ ഫ്രം -1 to 0 π അല്ലേ? -1 to 0 πയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അതാണ് കോസ് ഇൻവേഴ്സിൻ്റെ ഫംഗ്ഷൻ. ഇനി നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്, കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? -π/2 to അല്ല -1 to 1 മുതൽ അല്ലേ? റേഞ്ച് പിന്നെ ഡൊമൈൻ എന്താ? -1 to 1 മുതൽ റേഞ്ച് -π/2 to π/2. ഈ ഗ്രാഫ് വരച്ചാൽ ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് കിട്ടുക. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണത്. അതുപോലെ നമ്മളിപ്പം പറഞ്ഞ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് എവിടെയാ? -1 to 1 മുതൽ 0 π വരെ വരയ്ക്കുന്നതാണ് അല്ലേ? അപ്പോൾ പിന്നെ എന്താ വരിക? ഇവിടെയാണ്, ഇവിടെ മുതൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും -1 π വരെ. 10 മുതൽ -1 π വരെയാണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അപ്പോൾ നമ്മൾ ഗ്രാഫിൻ്റെ രൂപം മനസ്സിലാക്കണം. ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്, ഇതാണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. ഈ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക? ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു സൈൻ y എന്ന് എഴുതാലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വൈൻ്റെ വില വെച്ചിട്ട് അല്ലേ? ഇതാണ് y, ഇതാണ് എക്സ് ഈക്വൽ ടു സൈൻ y. അപ്പോൾ നമുക്കിവിടെ വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുത്താലോ? വൈക്ക് 0 കൊടുത്താൽ സൈൻ 0 വരും. കണ്ടോ? അപ്പം 0 ഇവിടെയാണ് 1 വരിക അല്ലേ? ഇനി വൈക്ക് π/2 കൊടുത്താലോ? π/2 കൊടുത്താൽ സൈൻ π/2 1 വരും. സൈൻ π/2 1. കണ്ടോ? അപ്പോൾ എക്സിന് 1, y 1 π/2 ഇവിടെ വന്നു. ഇനി ഇവിടെ -π/2 കൊടുത്താലോ? -π/2 കൊടുത്താൽ -π/2 വൈയിലെ -π/2 കൊടുത്താൽ സൈൻ -π/2 ദാറ്റ് ഈസ് മൈൻ സൈൻ π/2 -1 വരും. അപ്പോൾ ഇവിടെ -1 -π/2 എന്ന് പറയും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയാണ് ഈ ഗ്രാഫ് കിട്ടുക. അതുപോലെയാണ് നമ്മൾ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫും വരയ്ക്കുക. y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്, എക്സ് ഈക്വൽ ടു കോസ് ഫൈ. y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്, എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഫൈ. അപ്പോൾ നമ്മൾ ചെയ്യുന്നു ഇവിടെ y
എക്സ് ഈക്വൽ ടു കോസ് വൈ. അപ്പോൾ നോക്കുക, ആദ്യം തന്നെ 0 കൊടുത്ത് നോക്കുക. 0 കൊടുത്ത് നോക്കിയാൽ എന്താ വരിക? എക്സ് ഈക്വൽ ടു കോസ് 0. കോസ് 0 എന്താണ്? 1 ആണ്. 1. അപ്പോൾ 1 ഉണ്ടാവും. ഇനി വൈയുടെ വില π/2 കൊടുത്ത് നോക്കുക. വൈയുടെ വില π/2. π/2 കൊടുത്താൽ എന്താ വരിക? കോസ് π/2. കോസ് π/2 എന്താണ്? 0 ആണ്. കോസ് π/2 0 ആണ്. അപ്പോൾ 0 π/2 ഇവിടെ വരും. 0 π/2. ഇനി പിന്നെ പൈ കൊടുത്ത് നോക്കുക. പൈ കൊടുത്ത് നോക്കിയാൽ എന്താ വരിക? കോസ് പൈ. വാട്ട് ഈസ് കോസ് പൈ? -1. അപ്പം -1. അപ്പം -1 പൈ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നും കൂടി നമ്മൾ ഓർത്തെക്കുന്നത് നന്നായിരിക്കും. ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കുന്നത് ഫൈൻ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് 1/2 അല്ലേ, കോസ് ഇൻവേഴ്സ് √3/2, കോസ് ഇൻവേഴ്സ് 1/√2 ഇതൊക്കെ ചോദിക്കാറുണ്ട്. എങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ നമ്മൾ കോസിൻ്റെ റിസൾട്ടുകൾ നമ്മളെ മനസ്സിൽ വരണം അല്ലേ. കോസിൻ്റെ റിസൾട്ടുകൾ എന്തൊക്കെയാണ്? കോസിൻ്റെ റിസൾട്ടുകൾ കോസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് റിസൾട്ടുകൾ അല്ലേ. കോസ് എക്സ് ആണെങ്കിൽ കോസ് 0 ഇത് എക്സ്, കോസ് 0 1 ആണ് അല്ലേ. കോസ് π/6, കോസ് π/4, കോസ് π/3, π/2 ഈ വാല്യൂസ് നമ്മൾ കാണുകയാണ് കോസിൻ്റെത് അല്ലേ. എക്സിന് വാല്യൂ കോസ് വൈ എന്താ വരിക? കോസ് π/6 എന്നാൽ എത്രയാ? കോസ് π/6 √3/2 ആണ്. പിന്നെയോ കോസ് π/4 1/√2, കോസ് 60 അല്ലേ, എത്ര വരും? കോസ് 30. അപ്പം 1/2, ഇത് 0. ഈ വാല്യൂസ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഇത് കാണണമെങ്കിൽ എളുപ്പമാർഗം എന്താ വെച്ചാൽ 0, 1, 2, 3, 4 എന്ന് എടുക്കുക, റൂട്ട് ഇടുക. അല്ലേ, ഇത് തിരിച്ച് കോസ് ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. 4√4 2 ആണ്, 2/2 1, √3/2. ഇത് 1/√2 എന്നാക്കാൻ പറ്റും, ഇത് 1/2 എന്നാക്കാൻ പറ്റും. √0 0 0/2 0. അപ്പോൾ 0, 1, 2, 3, 4 ആ ഓർഡറിൽ വെച്ചിട്ട് റൂട്ട് ഇടുക, /2 എടുക്കുക. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമാണ് ഇതിൻ്റെ റിസൾട്ട്. ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കോസ് ഇൻവേഴ്സ് 1/2. അപ്പോൾ 1/2ൻ്റെത് എന്താ വരിക? π/3 ആണ്. അപ്പോൾ ആൻസർ π/3 എന്ന് എഴുതി അല്ലേ. നമ്മൾ വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ടാ കോസ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്ത് ഫ്രം -1 to 1 to 0 π ആണ്. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഇതില്ലേ 0 πൻ്റെ ഉള്ളിലല്ലേ ഇത് വരുന്നത്, π/3 അല്ലേ. അപ്പോൾ കോസ് ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/3. ഈ കോസ് ഇൻവേഴ്സ് √3/2, കോസ് ഇൻവേഴ്സ് √3/2 എന്ന് പറഞ്ഞാൽ π/6 ആണ്. π/6. കോസ് ഇൻവേഴ്സ് 1/√2, 1/√2ൻ്റെ എന്താ? π/4. ഇങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂസ് കാണേണ്ടത്. പക്ഷേ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് വാല്യൂസ് വരണമെന്നില്ലല്ലോ. ഇതിൻ്റെ പല വാല്യൂസ് നെഗറ്റീവ്സ് ഒക്കെ വരാം. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ റിസൾട്ട് നമ്മൾ ഓർത്തുക്കാൻ തന്ന് കോസ് ഇൻവേഴ്സ് -xൻ്റെ വാല്യൂ കോസ് ഇൻവേഴ്സ് -x ഈക്വൽ ടു π മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഈ റിസൾട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ റിസൾട്ട് ഓർത്ത് വെക്കണമെങ്കിൽ ആദ്യം ഇത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ പ്രൂവ് ദാറ്റ് കോസ് ഇൻവേഴ്സ് -x ഈക്വൽ ടു π മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ കോസ് ഇൻവേഴ്സ് -x ഈക്വൽ ടു y എന്ന് വിളിക്കുക. അപ്പോൾ എന്ത് കിട്ടി? -x ഈക്വൽ ടു കോസ് y എന്ന് കിട്ടി അല്ലേ. ഇനി ഇത് പ്ലസ് ആക്കാൻ വേണ്ടി മൈനസ് കൊണ്ട് ഗുണിച്ചു. x ഈക്വൽ ടു മൈനസ് കോസ് y എന്ന് കിട്ടി അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? x ഈക്വൽ ടു ഇതെന്താ?
കോസ് ഈസ് എൻ ഈവൻ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഈ മൈനസ് അങ്ങോട്ട് ഉള്ളോട്ട് എടുക്കാൻ കഴിയില്ല. സൈൻ എടുക്കാൻ പറ്റുമായിരുന്നു, കോസിന് പറ്റില്ല. കോസിന് എന്താ ചെയ്യുക? കോസ് ഓഫ് പൈ മൈനസ് വൈ എന്ന് എഴുതണം. കോസ് പൈ മൈനസ് വൈ മൈനസ് കോസ് ഫൈ. അപ്പം പൈ മൈനസ് വൈ ഈസ് ഈക്വൽ ടു പൈ മൈനസ് വൈ ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് കോസ് ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പം എന്ത് കിട്ടി? വൈ ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഈ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് അങ്ങനെയാണ് കിട്ടുന്നത്. ഈ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. നമുക്ക് ഇതാണ് എളുപ്പം. അപ്പം -1/2 -√3/2 -1/√2 വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ റിസൾട്ട് ഉപയോഗിക്കാം. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്താ? π/3 അല്ലേ? π/3. അപ്പോൾ 3π മൈനസ് പൈ ഇങ്ങനെ എടുക്കുക. 3π മൈനസ് പൈ 2π/3. 2π/3 എന്ന് പറയുന്നത് 0-ൻ്റെയും പൈൻ്റെ ഇടയിൽ വരുന്ന വാല്യൂ ആണ്. അതുപോലെ കോസ് ഇൻവേഴ്സ് -√3/2 പൈ മൈനസ് കോസ് ഇൻവേഴ്സ് √3/2 അല്ലേ? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് √3/2 എന്താ? കോസ് ഇൻവേഴ്സ് √3/2 π/6 ആണ്. π/6. അപ്പോൾ 6π മൈനസ് പൈ 5π/6. 5π/6. അതുപോലെ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/√2 പൈ മൈനസ് എന്ത് കിട്ടി? 1/√2 എന്താ? π/4 ആണ്. π/4. 4π മൈനസ് 5 3π/4 എന്ന് എഴുതാൻ പറ്റും. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ കാണുന്നത്?